ഹലോ ആൾ, ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഹാഷ് എന്ന് പറയുന്നതാണ്. ഹാഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് മോഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഹാഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഹാഷിംഗ് എന്ന് പറയുന്നത്? സെർച്ചിങ് ഈസി ആക്കാനുള്ള ഒരു മെത്തേഡാണ് ഹാഷിംഗ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്ന മിക്കുള്ള സബ്ജക്റ്റിൽ ഹാഷിംഗ് ടെക്നിക്ക്, ഹൗ ടു കമ്പ്യൂട്ട് ഹാഷിംഗ്, ഇങ്ങനെയെല്ലാം വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിക് പഠിക്കുന്ന കാര്യമാണ് നമ്മുടെ ഡേറ്റ സ്ട്രക്ചറിൻ്റെ അകത്ത് വരുന്നത്. ഡേറ്റ സ്ട്രക്ചറിൽ ആദ്യമേ ഹാഷിംഗ് ടെക്നിക്സ് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് ഹാഷിംഗ് എന്ന് പറഞ്ഞുതരാം. ഹാഷിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡേറ്റയുണ്ട്. ഇപ്പോൾ തൗസൻഡ്സ് ഓഫ് ഡേറ്റാസ് ഉണ്ടെന്ന് വെച്ചാൽ 1 to 1000 എന്ന ഡേറ്റയെ എനിക്ക് സിസ്റ്റത്തിലോട്ട് സ്റ്റോർ ചെയ്യണം. സ്റ്റോർ ചെയ്തിട്ട് എനിക്ക് സെർച്ച് ചെയ്യണം. സെർച്ച് ചെയ്യാൻ നേരത്തെ ഞാനിപ്പോൾ എനിക്ക് 500 ആണ് സെർച്ച് ചെയ്യേണ്ടെങ്കിൽ നമ്മളിപ്പോൾ ലീനിയർ സെർച്ച് യൂസ് ചെയ്താണെങ്കിൽ 1 to 500 സെർച്ച് ചെയ്യും. അല്ല, ബൈനറി സെർച്ച് യൂസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഹാഫ് എടുക്കുമ്പോൾ തന്നെ 500 കിട്ടും. 500 നമുക്ക് സെർച്ച് ചെയ്ത് കിട്ടും. ഓക്കെ, ഇനി 700 ആകുമ്പോഴും ഇതേ കേസ് തന്നെ ചെയ്യുന്ന. അപ്പോൾ ഈ ഡേറ്റ നമ്മൾ ടേബിളിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യുമ്പോൾ 1 to 1000 വരെ എങ്ങനെ സ്റ്റോർ ചെയ്യാം? സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ 1 മുതൽ മൊത്തം നോക്കേണ്ടി വരും. അപ്പോൾ അതായത് ഏത് റേഞ്ചിലാണ് വരുന്നതെന്നൊന്നും നമുക്ക് അങ്ങനെ റേഞ്ച് വൈസ് ആയിട്ടൊന്നും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഈ ഡേറ്റ ഇങ്ങനെ ഫുള്ള് കിടക്കുന്നു, അതിനെ ഇങ്ങനെ ഫുൾ സ്റ്റോർ ചെയ്ത് ഫുൾ നമുക്ക് സെർച്ച് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് അത്രയും ടൈം കൺസ്യൂം ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഹാഷിങ് യൂസ് ചെയ്യുന്നത്. ശരിക്കും എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു റേഞ്ച് ഓഫ് ഡേറ്റാസിന് ഒരു വാല്യൂ ആയിരിക്കും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ വാല്യൂവിൻ്റെ അകത്തായിരിക്കും ഇതെല്ലാം സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ സെർച്ചിങ് കുറച്ചും കൂടി ഈസിയാവും. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം എങ്ങനെയാണ് നമ്മൾ ചെയ്യാനുള്ളതെന്ന്. അപ്പം നമുക്കിപ്പോൾ ഡേറ്റാസ് എല്ലാം കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്നത് ഒന്നുകിൽ എന്തായിട്ടായിരിക്കും? ടേബിൾസ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ റെക്കോർഡ്സ് ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ സ്റ്റോർ ചെയ്യാം, അതിൻ്റെ എങ്ങനെയാണ് ഹാഷിംഗ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ തന്നെ ഞാനിപ്പോൾ പറഞ്ഞുതരാം. 1 to 1000 വരെയുള്ള ഡേറ്റ സ്റ്റോർ ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ പണ്ട് മാത്സിൽ പഠിച്ച സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ 1 to 1000 വരെ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഞാൻ 1 to 100 ഒരു വാല്യൂ കൊടുക്കും. അതായത് 1 to 100 ഇടയ്ക്ക് ഏത് നമ്പർ വന്നാലും അതിന് 1 ആയിരിക്കും അതിൻ്റെ ഇത്. ഓക്കെ, 100 and 1 to 200 വരെ നമുക്ക് 2 എന്നുള്ള വാല്യൂ എടുക്കാം. ദെൻ 3 എന്ന് പറഞ്ഞാൽ എന്താ? 200 and 1 to 300. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? പണ്ട് മാത്സിൻ്റെ അകത്ത് നമ്മൾ ഇതേപോലെ ഒരു റേഞ്ച് ഓഫ് വാല്യൂസിന് ഒരൊറ്റ വാല്യൂ കൊടുക്കും. അപ്പോൾ ഞാനിപ്പോൾ 50 എന്ന് പറഞ്ഞാലും എവിടെ മാത്രം നോക്കിയാൽ 1 എന്ന് പറയുന്നത് നോക്കിയാൽ മതി. 55 എന്ന് പറഞ്ഞാലും 1ൽ നോക്കിയാൽ മതി. 70 എന്ന് പറഞ്ഞാലും 1ൽ തന്നെ നോക്കിയാൽ മതി. ഞാനിപ്പോൾ പറയുന്നു 213 എന്ന് പറഞ്ഞാൽ നേരെ 3ൽ ഇത് മാത്രം നമുക്ക് സെർച്ച് ചെയ്താൽ മതി. ഇതിൻ്റെ അകത്ത് എവിടെയെന്ന് മാത്രം ഇത് മാത്രം സെർച്ച് ചെയ്താൽ മതി. സെർച്ച് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റോർ ചെയ്യാനും. ഇപ്പം ഞാനിപ്പോൾ പറയുകയാണ്, ഇപ്പോൾ എനിക്ക് നമ്മൾ പണ്ട് മാത്സിൻ്റെ അകത്തൊക്കെ നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഒരു സ്റ്റുഡൻസിൻ്റെ അല്ലെങ്കിൽ പോപ്പുലേഷൻ തരുമ്പോഴത്തേക്ക് ഒരു പഞ്ചായത്തിലെ പോപ്പുലേഷൻ തരണം. ആ പഞ്ചായത്തിലെ പോപ്പുലേഷൻ തരുമ്പോഴത്തേക്ക് ഇപ്പോൾ 500 അല്ലെങ്കിൽ 200 300 ഇങ്ങനെ ആയിരിക്കും തരുന്നത്. അപ്പോൾ 500 വേണ്ടിയിട്ട് നിങ്ങൾ 1 to 500 വരെ പോയിട്ടാണ് ചെയ്യുന്നത്. അല്ല, പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ റേഞ്ച് നോക്കും അല്ലേ? ഒരു 1000-നുള്ളിലാണെങ്കിൽ നമ്മൾ 1 to 100 വരെ ഒരു റേഞ്ച് വരും. അപ്പോൾ ഇപ്പോൾ 5000 എന്ന് വന്നാലും അയാളുടെ വാല്യൂ എന്തായിരിക്കും? നമ്മൾ 1 ആയിട്ടായിരിക്കും ഗ്രാഫിൽ പണ്ട് വരയ്ക്കുന്നത്. അതേ സെയിം കൺസെപ്റ്റ് തന്നെ ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഡേറ്റാസിന് ഒരൊറ്റ വാല്യൂ കൊടുക്കുന്നു. ഓക്കെ, അത് ഓർമ്മയില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഇതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇവിടെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇനി നമ്മൾ ഡേറ്റാ ബേസിൻ്റെ കൺസെപ്റ്റ് വരാം, ഡേറ്റ സ്ട്രക്ചറിൻ്റെ കൺസെപ്റ്റ് വരിക. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇൻഡെക്സ് കാണും. ഓക്കെ, അതായത് ഈ ഒരു വാല്യൂ ഉണ്ടല്ലോ, അതായത് എന്താ 1 to 100 ഞാനിപ്പോൾ 1 എന്ന് കൊടുത്തില്ലേ, ഈ വാല്യൂ ആണ് നമ്മുടെ ഹാഷ് വാല്യൂ എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഇതിന് മൊത്തത്തിന് ഒരു വാല്യൂ കണ്ടുപിടിക്കും. ആ വാല്യൂവിൻ്റെ അകത്ത് ആ വാല്യൂ എവിടെയാണോ ടേബിളിലുള്ളത് അവിടെ മാത്രം സ്റ്റോർ ചെയ്യും. ദെൻ 2 എന്ന് പറയുമ്പോൾ 101 to 200 ഇങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്യും. ഇപ്പോൾ എനിക്ക് 55 ആണെങ്കിൽ ഞാൻ ടേബിളിൽ പോയിട്ട് 55 എവിടെ നോക്കും? 1 എന്ന് പറയുന്ന സ്ഥലത്തുണ്ടോ എന്ന് നോക്കും. അല്ല, ഇനി എനിക്ക് 55 സ്റ്റോർ ചെയ്യണം. 55 സ്റ്റോർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ മതി? 1 എന്ന് പറയുന്ന ഇൻഡെക്സിൽ വന്ന് ഞാൻ 55നെ സ്റ്റോർ ചെയ്യും. 55 സെർച്ച് ചെയ്യാൻ ഇവിടെ പോയാൽ മതി. എനിക്കിപ്പോഴത്തേക്ക് 150 ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? 150 ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? നേരെ 2ൽ വരിക,
2ൻ്റെ അകത്ത് എനിക്ക് സ്റ്റോർ ചെയ്താൽ മതി. മറ്റേത് എനിക്ക് എവിടെ സ്റ്റോർ ചെയ്യണോ എന്നുള്ളതും കൺഫ്യൂഷൻ വരും, എല്ലാം പ്രോബ്ലം വരും. അപ്പം നമുക്കൊരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഏത് ഇൻഡെക്സ് ആയിരിക്കും എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് അവിടെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുക. അതിനാണ് അപ്പം ഡേറ്റാസ് സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ റിട്രീവ് ചെയ്യാനും വേണ്ടിയിട്ട് ഡേറ്റാ ബേസിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന, ഡേറ്റാ സ്ട്രക്ചറിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് ഹാഷിങ്. ഇത് നമ്മളിനി ഡേറ്റാ ബേസിലെല്ലാം യൂസ് ചെയ്യും. ഡേറ്റാ ബേസിൽ നിങ്ങൾ ഇതിനെ കുറിച്ച് കൂടുതൽ പഠിച്ചു വരും. പക്ഷേ ബേസിക് കൺസെപ്റ്റ് ഇവിടെ നിന്നാണ് പഠിക്കുന്ന എന്താണ് ഹാഷിങ്. ഹാഷിങ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഡേറ്റാസിനെ ഒരൊറ്റ ഇൻഡെക്സിലോട്ട് നമുക്ക് സ്റ്റോർ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ് ശരിക്കും അങ്ങനെ ചെയ്യുന്നത്? ഇപ്പം ഞാൻ 1 to 100 എന്ന് പറഞ്ഞു. നിങ്ങൾ മാത്സിൽ തന്നെ പോപ്പുലേഷൻ്റെ എഴുതുമ്പോൾ 1 to 100 എന്ന് പറഞ്ഞാൽ ഫുൾ വാല്യൂസിനെ നമുക്ക് മാർക്ക് ചെയ്യേണ്ടി വരുമോ? ഇല്ല. ചില പഞ്ചായത്തിൽ 150 കാണും, ചില പഞ്ചായത്തിൽ 200 ആണ്. അപ്പോൾ 200 ഉള്ള പഞ്ചായത്തിന് അതിൻ്റെ വാല്യൂ 2 എന്ന് കൊടുക്കും അല്ലേ. 100 എന്നുള്ള പഞ്ചായത്തിന് 2 എന്ന വാല്യൂ കൊടുക്കും. 15 എന്നാണ് പോപ്പുലേഷൻ എങ്കിൽ അവിടെ 1 എന്നുള്ള വാല്യൂ കൊടുക്കും. അങ്ങനെ നമ്മൾ ഓരോന്നിനും വാല്യൂ കൊടുത്തിട്ടാണ് നമ്മൾ നോക്കി പോകുന്നത്. അതിന് വേണ്ടി നിങ്ങൾ സ്കെയിലിംഗ് ഒക്കെ സൈഡിൽ എഴുതിയിട്ടായിരിക്കും ചെയ്യുന്നത്. ഓർമ്മ കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിലും പ്രോബ്ലം അല്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ അത് ടേബിളിൽ എവിടെ സ്റ്റോർ ചെയ്യണം എന്നറിയാൻ വേണ്ടിയിട്ട് ഹാഷിങ് കണ്ടുപിടിച്ചാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറയുകയാണ് എനിക്ക് 75 സ്റ്റോർ ചെയ്യണം. അപ്പോൾ എനിക്കറിയാം ഞാൻ 75ൻ്റെ കറസ്പോണ്ടിങ് ഹാഷ് കണ്ടുപിടിക്കും. 75ൻ്റെ ഹാഷ് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന 1 ആയിരിക്കും. ഞാൻ എന്ത് ചെയ്യുന്നു, 1 എന്ന് പറയുന്നത് ആ ടേബിളിൻ്റെ ആ ലൊക്കേഷനിലായിരിക്കും കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുന്നത്. അപ്പം ഈ 1 2 3 എന്ന് പറയുന്നില്ലേ, ഈ സാധനത്തിനെയാണ് ഇൻഡെക്സ് അല്ലെങ്കിൽ ഹാഷ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡെക്സ് അല്ലെങ്കിൽ ഹാഷ് ഫംഗ്ഷൻ. ഇതിൻ്റെ അകത്തായിരിക്കും നമ്മൾ ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്നത്. ഇനി അടുത്ത് നമുക്ക് എന്താണ് ഹാഷിംഗ് എന്നുള്ള ഡെഫിനിഷൻ പഠിക്കാം. ഹാഷ് എന്ന് പറഞ്ഞാൽ, ഹാഷ് ടേബിൾ എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റാ സ്ട്രക്ചറാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഫോർമേഷൻസ് പെട്ടെന്ന് തന്നെ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഇൻഫോർമേഷൻസ് എഫക്റ്റീവ്ലി ആയിട്ട് റിട്രീവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഡേറ്റാ സ്ട്രക്ചറാണ് ശരിക്കും ഹാഷ് ടേബിൾ. ഒരു ഡേറ്റാ സ്ട്രക്ചർ, ഞാൻ ടേബിൾ എന്നൊക്കെ പറഞ്ഞെന്നില്ലേ, അതെന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചറാണ്. സ്റ്റാക്ക് പോലെയും ക്യൂ പോലെയൊക്കെ ഒരു ഡേറ്റാ സ്ട്രക്ചറാണ്. ഇനി അടുത്ത ഹാഷ് ടേബിൾ എന്ന് പറഞ്ഞാൽ, ഈ ഹാഷ് ടേബിളിൻ്റെ അകത്ത് ഡേറ്റാസ് സാധാരണ നമ്മൾ അറേ ഫോർമാറ്റിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അറേക്കകത്ത് സ്റ്റോർ ചെയ്യാൻ കാരണം എന്താ, അറേക്കകത്ത് ഓരോ ഇൻഡെക്സ് ആയിട്ടായിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ 1 എന്ന് പറയുമ്പോൾ നമ്മൾ 1 എന്ന് പറയുന്ന ഇൻഡെക്സ് വാല്യൂവിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യുക. അപ്പോൾ അറേയുടെ പ്രത്യേകത അതിനെല്ലാം യൂണിക്ക് വാല്യൂ ആയിരിക്കും അല്ലേ. അറേക്കകത്താണെങ്കിൽ 0 1 2 3 അങ്ങനെ യൂണിക്ക് വാല്യൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ അറേക്കകത്ത് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യാൻ ഈസി ആയിരിക്കും. അതുപോലെ തന്നെ ഡേറ്റ പെട്ടെന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ഇൻഡെക്സ് അറിയാമെങ്കിൽ. പിന്നെ ഡേറ്റാ ബേസിൻ്റെ അകത്ത് ഇൻസെർഷനും ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ഇൻസെർഷനും സെർച്ചിങ് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഹാഷിങ് യൂസ് ചെയ്യുന്നത്. അത് നമ്മുടെ ഡേറ്റയുടെ സൈസ് അനുസരിച്ചാണ് നമ്മൾ ഹാഷിങ് എല്ലാം ചെയ്യുന്നത്. നമുക്ക് മീഡിയം സൈസ് ഡേറ്റാസ് സ്റ്റോർ ചെയ്യണമെങ്കിൽ അറേ യൂസ് ചെയ്യാം. അല്ലാതെ സ്റ്റോർ ചെയ്യണമെങ്കിൽ, ഒരുപാട് ഡേറ്റാസ് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻഡെക്സ് കണ്ടുപിടിച്ചാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഹാഷിങ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് ഹാഷിങ് ടെക്നിക്സ് യൂസ് ചെയ്യാറുണ്ട്. ദെൻ ഹാഷിങ് എന്ന് പറഞ്ഞാൽ ഒരു സെർച്ചിങ് ചെയ്യുക. അതിന് എത്ര നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഉണ്ടെന്നുള്ളത് നമുക്ക് പ്രോബ്ലം അല്ല, പക്ഷേ നമുക്ക് സെർച്ച് ചെയ്ത് കാര്യങ്ങൾ കിട്ടുക എന്നുള്ളതാണ് ഹാഷിങ് എന്ന് പറയുന്നത്. ഹാഷിങ് ടെക്നിക്ക് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കീ വാല്യൂസിന്, കുറേ കീ വാല്യൂസിന് നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ 55 എന്ന് പറയുന്ന ഒരു നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാം, കറസ്പോണ്ടിങ് ഹാഷ് വാല്യൂ കണ്ടുപിടിച്ചിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. 75, അതിന് ആ 75 55-നെയൊക്കെയാണ് നമ്മൾ കീ എന്ന് പറയുന്നത്. ഓക്കെ, റേഞ്ച് ഓഫ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ 1 ആണെങ്കിൽ 1 ആണ് റേഞ്ച് ഓഫ് ഇൻഡെക്സ് 2. അങ്ങനെ നമ്മൾ കീയെ കൺവെർട്ട് ചെയ്ത് റേഞ്ച് ഓഫ് ഇൻഡെക്സ് ആക്കി അതാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഹാഷിംഗ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ 1 to 1 കറസ്പോണ്ടിങ് ആയിരിക്കും. അതായത് ഒരു കീക്ക് ഒരു ഇൻഡെക്സ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഹാഷിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ റെപ്രസെൻറ്റ്, എപ്പോഴും ഹാഷിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ ഒരു മാപ്പിംഗ് വെച്ചിട്ടാണ്. ഈ ഒരു ആരോയാണ് മാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാഷിംഗ് ഡിഫൈൻ ചെയ്യാൻ കോളം കൊടുക്കുക, കെ ഗീവ്സ് ഐ. എന്ന് പറഞ്ഞാൽ ഹാഷിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ ഒരു കീക്ക് ഒരു ഇൻഡെക്സ് എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അത് ഒരു റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് നോക്കി. ഇതാണ് നമുക്കിപ്പം ഇത് 1 to 1 ഹാഷിംഗ് ആണ് കേട്ടോ. പല രീതിയിലുള്ള ഹാഷിംഗ് പഠിക്കാറുണ്ട്. നിങ്ങൾ അടുത്ത സെമ്മിൽ ഡേറ്റാ ബേസിനകത്ത് ഒരുപാട് ഹാഷിംഗ് പഠിക്കും. അപ്പോൾ അതിന് മുമ്പ് ഇത് ബേസിക് എന്താണെന്ന് അറിഞ്ഞിരിക്കണേ, അല്ലെങ്കിൽ അന്നും പഠിപ്പിക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കീ എങ്കിൽ അതിന് ഒരു ഇൻഡെക്സ് കാണും. ഇപ്പോൾ ഈ കീക്കാണെങ്കിൽ ഇവിടെ തന്നെ കാണണമെന്നില്ല, വേറെ എവിടെയെങ്കിലും ആയിരിക്കും. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ സ്ഥലത്തായിരിക്കും ഓരോ ഇൻഡെക്സ് കിട്ടുന്നത്. ഓക്കെ,
നമുക്ക് ഹാഷിങ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വേണം. ഹാഷിങ് ചെയ്താലുള്ള ഉപയോഗം, നമ്മളൊരു ഹാഷ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നത് ഈസി ആയിട്ടായിരിക്കും. നമുക്ക് കമ്പ്യൂട്ടേഷനും ക്വിക്കായിരിക്കണം. സ്പീഡിന് ചെയ്യാൻ പറ്റണം, ഈസി ആയിട്ട് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റണം. പിന്നെ ഹാഷിങ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ 2 ഡിഫറെൻറ്റ് ഇൻഡീസിന് 2 കീ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കൊളിഷൻ കുറവായിരിക്കും. അതായത് ഇപ്പോൾ എനിക്ക് ഇതുവഴി കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുമ്പോഴത്തേക്ക് ഇപ്പോൾ വാല്യൂ, ഫോർ എക്സാമ്പിൾ കീ വാല്യൂവിൻ്റെ ഇൻഡെക്സ് 3 ആണെങ്കിൽ 3, കീ 2ൻ്റെ വാല്യൂവും 3 ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് നമുക്ക് വേറൊരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നു, മാക്സിമം കൊളിഷൻസ് കുറഞ്ഞിരിക്കും എന്നാണ് പറയുന്നത്. അത് നമ്മൾ ടെക്നിക്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പം ഒരു ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഹാഷിങ് എന്ന് വെച്ചാൽ ഹാഷിങ്ങിൻ്റെ ഏറ്റവും സിമ്പിളസ്റ്റ് ടെക്നിക്ക്, അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ ഹാഷിങ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ അകത്താണെങ്കിൽ നമുക്കൊരു ഹാഷ് ഒരു ടേബിളുണ്ട്. ഓക്കെ, ആ ടേബിളിൻ്റെ സൈസാണ് 20. അതായത് എനിക്കൊരു ടേബിളിലാണ് സ്റ്റോർ ചെയ്യാൻ പോകുമ്പോൾ, ഓക്കെ, ആ ടേബിളിൻ്റെ സൈസാണ് 20 സൈസുള്ള ഒരു ടേബിളിലാണ് എനിക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ മാക്സിമം എനിക്ക് എത്രയേ ഉള്ളൂ, 1 to 20 എന്നുള്ള അത്രയും സ്ഥലമേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് വേണം, ഈ ഇൻഡെക്സിൻ്റെ അകത്ത് വേണം എനിക്ക് ഇത്രയും വാല്യൂസിനെയും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിലെല്ലാ വാല്യൂസും എല്ലാ വാല്യൂസിനെയും നമുക്ക് ആവശ്യമില്ലായിരിക്കും. ഓക്കെ, അപ്പം പറഞ്ഞുതരാം. ആദ്യം എന്താ ചെയ്യുന്നത്, നമുക്കൊരു സൈസ് 20 ഒരു ഹാഷ് ടേബിളാണ്. അപ്പം മാക്സിമം 20 വരെ വരാവൂ. ഹാഷ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 to 20 അല്ലെങ്കിൽ 0 to 19 അത്രയേ വരാവൂ. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റോർ ചെയ്യണം. നമുക്ക് തന്നിരിക്കുന്നത് ഇത് കീയും ഇത് വാല്യൂ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കീ. ഈ കീക്കാണ് എനിക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്, ഹാഷിങ് കണ്ടുപിടിക്കേണ്ടത്. മോഡുലോ ഓപ്പറേഷൻ വെച്ചാണ് ചെയ്യാൻ പറഞ്ഞത്. അപ്പം എനിക്കറിയാം മാക്സിമം എത്ര വാല്യൂ വരാവൂ, 20 വരെ വരാവൂ അല്ലേ, മാക്സിമം 20 വരെ വരാവൂ. എൻ്റെ കീ എന്ന് പറയുന്നത് ഇതാണ്. ആ കീക്കകത്തുള്ള വാല്യൂ ആണ് 20. ഓക്കെ, അതായത് ഇപ്പോൾ 1 എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ 1 എന്നുള്ള ലൊക്കേഷൻ സ്റ്റോർ ചെയ്യാം, 2ൽ സ്റ്റോർ ചെയ്യാം. പക്ഷേ 42ന് എവിടെ സ്റ്റോർ ചെയ്യും, പറ്റുമോ, ഇല്ല. 42 ആണ് എൻ്റെ കീ എന്ന് പറയുന്നത്. അതിലെ വാല്യൂ 18 സ്റ്റോർ ചെയ്യണം. എവിടെ സ്റ്റോർ ചെയ്യും, 42 എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലമുണ്ടോ, ഇല്ല. അപ്പോൾ ഇതിന് നമുക്ക് മാറ്റേണ്ടി വരും. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ 25ന് എനിക്ക് സ്റ്റോർ ചെയ്യാം, 4 എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ. ദെൻ 98ന് ഞാൻ ഇവിടെ സ്റ്റോർ ചെയ്യും. 37 എന്ന് പറഞ്ഞൊരു ലൊക്കേഷൻ ഉണ്ടോ, ഇല്ല. ആകെ 20 എന്ന് പറഞ്ഞ ലൊക്കേഷനേ ഉള്ളൂ. അപ്പം നമുക്ക് 1-2 എണ്ണത്തിന് മാത്രം ഹാഷ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. നമുക്ക് എല്ലാത്തിനും ഹാഷ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചിട്ടാണ് ചെയ്യുന്നത്. ഹാഷ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എന്തെടുക്കത്തില്ല നമ്മൾ, ഈ വാല്യൂ പിന്നെ സ്റ്റോർ ചെയ്യാൻ നേരത്താണ് എടുക്കുന്നത്. ഈ കീക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ഹാഷ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നത്. ഇനി അതിന് വേണ്ടി ഞാൻ പറഞ്ഞു മോഡുലോ ഓപ്പറേഷൻ വെച്ചിട്ടാണ് ഹാഷ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നതെന്നും പറഞ്ഞു അല്ലേ, മോഡുലോ ഓപ്പറേഷൻ വെച്ചിട്ടാണ്. ഇനി അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ശരിക്കും നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കീസ് മൊത്തം എടുത്തെഴുതും. കീ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ കാണുന്നതാണ് കീ അല്ലേ. ഏതാ 1 to 42 37 വരെ ഉള്ളത് കീ. അപ്പം നമ്മൾ കീയെ എല്ലാം എടുത്തെഴുതി. എന്നിട്ട് നമുക്കറിയാം ടേബിളിൻ്റെ സൈസ് 20 ആണ്. അതിനെ മോഡുലസ് ഓപ്പറേഷനാണ് എടുക്കുന്നത്. അപ്പം നമ്മുടെ ഈ കീയുടെ മോഡുലസ് ഓപ്പറേഷൻ എടുക്കും. 1 mod 20, അപ്പം നമുക്ക് കിട്ടുന്നത് എന്താണ്, 1 തന്നെ. 2 mod 20, 2 തന്നെ. എന്താണ് മോഡുലസ്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ കിട്ടുന്നത്. ഓക്കെ, 19 വരെ ഉള്ളതെല്ലാം ആ വാല്യൂ തന്നെ കിട്ടും. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ 20നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മോഡുലസ് ഓപ്പറേഷൻ ഇല്ല, 0. അപ്പം നമ്മൾ 0 ഇൻഡെക്സിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെ. ഓക്കെ, ദെൻ അടുത്തതെന്ന് പറയുന്നത് എന്താണ്, 42 മോഡുലസ് 20. അപ്പോൾ നമുക്ക് കിട്ടും 42 എന്ന് പറയുമ്പോൾ 20ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ 20 × 2, അതായത് 40 വരെ വരും. അപ്പോൾ റിമൈൻഡർ എത്ര വരും, 2. റിമൈൻഡറാണ് മോഡുലസ് ഓപ്പറേഷൻ. അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ പണ്ടത്തെ ഡിവിഷൻ ചെയ്ത് നോക്കിയിട്ട് മോഡുലസ് കണ്ടുപിടിച്ചാലും മതി. ഏതാ, ഇപ്പോൾ 42 ആണെങ്കിൽ 42 ഡിവൈഡ് ബൈ 20 എന്ന് പറഞ്ഞാൽ 2 times that is 14. ഈ കിടക്കുന്ന 2 ആണ് എന്ത്, റിമൈൻഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ 1/20, അതാണ് നിങ്ങൾക്ക് ഏറ്റവും കൺഫ്യൂഷൻ വരുന്നത്. ഇവിടെ ഒന്നുമില്ല. അപ്പോൾ റിമൈൻഡർ എന്ത് തന്നെ വരും, ഈ 1 തന്നെ വരും. ഓക്കെ, ഇങ്ങനെയാണ് റിമൈൻഡർ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റിമൈൻഡർ കണ്ടുപിടിച്ച് നമുക്ക് 13ൻ്റെ റിമൈൻഡർ 13 തന്നെ. 37ൻ്റെ റിമൈൻഡർ എന്ത് വരും, 37 mod 20. അപ്പം ആകെ 20 കൊണ്ട് പോകും, റിമൈൻഡറാണ് 17 കിട്ടുക. ഈ വാല്യൂ ആണ് നമ്മൾ അറേ ഇൻഡെക്സ് വാല്യൂ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ അറേ ഇൻഡെക്സിൻ്റെ അകത്താണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അറേ ഇൻഡെക്സ്. അപ്പോൾ ഇവിടെ ഞാൻ 1 to 20 എന്നാണ് ചെയ്തിരിക്കുന്നത്. സോ പ്രോബ്ലം ഇല്ല. അല്ലാത്ത കേസിലാണെങ്കിൽ നമുക്ക് പിന്നെ ഇത് വരും, എന്താ 0 to 19 എന്ന് വരാം. ഇവിടെ ഞാൻ 1 to 20 ഇൻഡെക്സ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഹാഷിങ്ങിൻ്റെ അകത്ത് 0 തുടങ്ങാതിരിക്കുന്നതാണ് ബെറ്റർ ആയിട്ടുള്ള ഹാഷിങ് ടെക്നിക്ക്. 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ 1 to 20 എന്ന് എഴുതി. 1 to 20 എന്ന് എഴുതിയിട്ട് ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു, 1 എന്ന് പറയുമ്പോൾ ഇതാ
20 എന്നുള്ള വാല്യൂ ആദ്യത്തേൽ സ്റ്റോർ ചെയ്തു. ഓക്കെ, അടുത്ത എനിക്ക് എന്താണ് കിട്ടുന്നത്? 2 എന്ന് പറയുന്നത് രണ്ടാമത്തെ കീ ആണ് അല്ലേ, രണ്ടാമത്തെ 17 കൊണ്ടുപോയി 2ൽ സ്റ്റോർ ചെയ്ത്. കണ്ടോ, അടുത്ത എനിക്ക് എന്താ കിട്ടുന്നത്? അടുത്ത വീണ്ടും 2 ആണ് കിട്ടുന്നത്. അതായത് 42ന് എനിക്ക് എന്താ കിട്ടിയത്? 2 ആണ് കിട്ടിയത്. 42ൻ്റെ വാല്യൂ 80. അപ്പോൾ 18 ഞാൻ കൊണ്ടുവന്ന് എവിടെ സ്റ്റോർ ചെയ്യും? 2ൽ സ്റ്റോർ ചെയ്യും. ദെൻ അടുത്ത എനിക്ക് 4ൽ ഞാൻ എന്ത് സ്റ്റോർ ചെയ്യും? 4ൽ എന്താണ് കിട്ടിയിരിക്കുന്നത്? 25. അപ്പോൾ 4ൽ കൊണ്ടുവന്ന് 25 ഞാൻ സ്റ്റോർ ചെയ്യും. കണ്ടോ, 4ൽ ഞാൻ 25 സ്റ്റോർ ചെയ്ത്. 3 ഒന്നും ഇല്ല, അപ്പോൾ ഉള്ളതിൽ ഞാനായിരിക്കും ഞാൻ സ്റ്റോർ ചെയ്യുന്നത്. ഇനി അടുത്ത ഇതിൽ 12, 14, 17. കണ്ടോ, 17 2 പ്രാവശ്യം വന്നു. കേട്ടോ, 17 എവിടേക്ക് വന്നതാ? ഇവിടെയും വന്നു, ഇവിടെയും വന്നു. കണ്ടോ, അതാ ഇവിടെയും വന്നു, അതാ ലാസ്റ്റ് വന്നു അല്ലേ, രണ്ടിടത്ത് 17 വന്നു. അതായത് 11 98 17 ആയി അല്ലേ. ഇവിടെ 11 98 17 ആയി. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യും? 17 എന്നുള്ള ലൊക്കേഷനിൽ 2 എണ്ണം വരും. ഓക്കെ, 17 എന്നുള്ള ലൊക്കേഷന് 22 98 വാല്യൂസ് ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ചെറിയ ചേഞ്ച് വന്നായിരുന്നു. അതായത് ഇവിടെ 11 ആണ് സ്റ്റോർ, 11ൻ്റെ വാല്യൂ നമ്മൾ അവിടെ ചെയ്തപ്പം 22 എന്നായിപ്പോയി. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ബുക്കിൽ എഴുതുന്ന സമയത്ത് ഇതിൻ്റെ വാല്യൂ മാറ്റി എഴുതി കൊടുത്താൽ മതി. 17,22 എന്നാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് അവിടെ കിട്ടും. അല്ലെങ്കിൽ അവിടെ പോയിട്ട് എന്ത് ചെയ്യുക? ഇതിൻ്റെ വാല്യൂ മാറ്റി ഇവിടെ 22ന് വരെ 11 എഴുതുക കേട്ടോ. അപ്പം അങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? 2 വാല്യൂ വന്നു. 2 വാല്യൂ വന്നു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? കൊളിഷൻ വന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ഒരു ഹാഷിംഗ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഹാഷിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇതും കൂടെ നോക്കിക്കേ. ഒരു ഹാഷ് ടേബിളുണ്ട്, സൈസ് 10 ആണ്, കീ വാല്യൂസ് തന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഹാഷ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. ഹാഷ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് റിസൾട്ടിനെ ഇൻഡെക്സിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാം. ഇതിൻ്റെ ഇടയ്ക്ക് ഡെസിമൽ വാല്യൂസ് ഒക്കെ വരികയാണെങ്കിൽ നമ്മളൊക്കെ അതിനെ ഇഗ്നോർ ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്ന. സാധാരണ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഡെസിമൽ വാല്യൂസ് വരും. ചില സമയത്ത് 55.75 എന്ന് പറഞ്ഞാൽ ഡെസിമൽ വാല്യൂസിനെ നമ്മൾ ഇഗ്നോർ ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. ഇതിൻ്റെതും പറഞ്ഞുതരാം, നോക്കിക്കേ. ഇതാണ് കീ വാല്യൂസ് എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെ ഇപ്പം വേറൊരു രീതിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. മറ്റേ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഇത് അടുത്ത ഇതിൽ പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു.